രണ്ട് റൗണ്ട് ഈ ജെപ്പർഡി റൗണ്ടിൽ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്കോർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ടൈ ബ്രേക്കർ ആവശ്യമാണോ ഇല്ലെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. മത്സരത്തിന്റെ ഏറ്റവും നിർണായകമായ ഈ അവസാന റൗണ്ട് പിന്നിടുമ്പോഴും 1, 2, 3, 4 സ്ഥാനക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആദ്യത്തെ 2 സ്ഥാനക്കാർ ആരാണ് എന്നുള്ളതും പിന്നെ 3, 4 സ്ഥാനക്കാർ ആരാണ് എന്നുള്ളതും നമുക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. അവരുടെ പോയിന്റ് ഞാൻ പറയാം. 80 പോയിന്റുള്ള 2 പേർ നമുക്ക് ഉണ്ട്, നമ്മുടെ മുൻപിലുണ്ട്. ബിജു എബ്രഹാം 80 പോയിന്റ്, അതോടൊപ്പം തന്നെ സുബി ദിലീപ് 80 പോയിന്റ്. അവര് 1ഉം 2ഉം സ്ഥാനം ഉറപ്പാക്കിയിരിക്കുകയാണ്. 60 പോയിന്റ് വീതമുള്ള 2 പേർ, ഒന്ന് ജൂലിയ അന്നാസാം, ജോമോൻ PM. ഇവർ 2 പേർക്കും 60 പോയിന്റാണ് ലഭ്യമായിരിക്കുന്നത്. ആദ്യം ഇനി ഒരു റൗണ്ടിലൂടെ മത്സരം നടത്തുന്നത് 3ഉം 4ഉം സ്ഥാനക്കാർ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ജൂലിയയ്ക്കും ജോമോനും വേണ്ടിയുള്ള മത്സരം ഇവിടെ തുടങ്ങുകയാണ്. ഓക്കെ, നമുക്കിതിൽ നിന്ന് ഏതാണ് വേണ്ടത്? ഇനി അവശേഷിക്കുന്ന ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് ഏതാണ് ചോദിക്കേണ്ടത് ജൂലിയായിട്ട്? Prophet 5. Prophet 5. ഓക്കെ, Prophet 5. എന്താ അത്ര സിമ്പിൾ ആയിട്ടുള്ള 5 പോയിന്റ് മാത്രം കിട്ടുന്ന ഒരു 10-15 ഒക്കെ എടുത്ത എന്തായാലും കൈവിട്ടാലും 4ാം സ്ഥാനം ഉറപ്പായിരുന്നു അല്ലേ? അപ്പോൾ ഒരു 10-15 ഒക്കെ എടുത്തുകൂടായിരുന്നോ? ഓക്കെ, എനിവേ ചോദ്യം ഇതാണ്. Prophet 5 അല്ലേ? ആദാം മുതൽ 7ാമനായ പ്രവാചകൻ ആര്? മോശ. 7ാമനാണോ? ആണോ? അല്ലെന്നറിയാം. പിന്നെ എന്നിട്ട് എന്താ മോശം പറഞ്ഞ കാര്യം? സോറി, ദ ആൻസർ ഈസ് നോട്ട് റൈറ്റ്. ഓഡിയൻസ്, ഹാനോക്ക്. അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് എന്ന പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് നൗ ജോമോൻ, യുവർ ചാൻസ്. പ്രവാചകന്മാർ 20. എത്രയാണ്? 20. പ്രവാചകന്മാർ 20. ജോമോൻ, എന്തുകൊണ്ട് ജോമോൻ പ്രവാചകന്മാർ 20 എടുത്തു? ഒരു പോയിന്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ 3ാം സ്ഥാനം ഇപ്പം വരുമായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള കിങ് 5 സാം 5 കോട്സ് 5 എടുത്താൽ പോരായിരുന്നു. എനിവേ, ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അത് തന്നെ പറയാം. പ്രവാചകന്മാർ ഏതാ ചോദിച്ചത്? 20. രാത്രി ദർശനത്തിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറി ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്നവനായി ഒരു പുരുഷനെ കണ്ട പ്രവാചകൻ ആര്? സക്കറിയാവ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചിരുന്നു 5 പോയിന്റുള്ള ആ ക്വസ്റ്റ്യൻ എടുത്തിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കാമായിരുന്നു അല്ലേ? അതോടെ നോക്കി ഈ റൗണ്ട് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ജൂലിയ എന്ത് പറയണം? ഉത്തരം ശരിയാണോ തെറ്റാണോ? മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞത് ശരിയാണ്. ജൂലിയ പറയുന്നു. ഓക്കെ, ജൂലിയ പറഞ്ഞതിനാണ് ഞാൻ യോജിക്കുന്നു. ഉത്തരം ശരിയാണ്. ആ റൗണ്ട് അവിടെ പൂർണ്ണമാവുന്നു. ഇനി നമുക്ക് 1ഉം 2ഉം സ്ഥാനക്കാർ ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള മത്സരമാണ്. നിങ്ങൾക്ക് ബിജുവിനും സിബിക്കും വേണ്ടിയുള്ള ആ മത്സരം 1ഉം 2ഉം സ്ഥാനക്കാർക്ക് വേണ്ടി. നൗ യുവർ ചാൻസ് ബിജു. കിങ് 5. കിങ് 5. രാജാവായി ചീട്ട് വീണപ്പോൾ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നയാൾ ആരാണ്? ശൗൽ. ഓക്കെ, അത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന ഉത്തരമാണ്. ആൻഡ് ദ ആൻസർ ഈസ് റൈറ്റ്. യു ഗെറ്റ് 5 പോയിന്റ്. സുബി, 1ാം സ്ഥാനത്ത് ആരെത്തണം എന്ന് തീരുമാനിക്കുന്ന ചോദ്യമാണ് ഇത്. ലളിതമായിട്ട് വിടേണ്ട കാര്യമല്ല. വളരെ ഗൗരവത്തോടെ കൃത്യമായിട്ട് ആലോചിച്ച് ഉത്തരം പറയുക. അതിന്റെ എല്ലാ വരവരാഴികളും ചിന്തിച്ചിട്ട് പറയുക. ഇറ്റ്സ് യുവർ ടേൺ. PYPA നടത്തുന്ന ഈ സൂപ്പർ മെഗാ ബൈബിൾ ക്യൂസിലെ അവസാന റൗണ്ടാണ്. 1 ലക്ഷം രൂപ ലഭിക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ റൗണ്ടിലെ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം. ഇനി 1 വർഷം കഴിഞ്ഞ് മാത്രമേ PYPA ഈ ക്വിസ് നടത്താൻ സാധ്യതയുള്ളൂ. യെസ്, ഇറ്റ്സ് യുവർ ടേൺ. സാം 5. സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി തിരിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ അല്ലെ? 3ാം പുസ്തകം തുടങ്ങുന്നത് എത്രാം സങ്കീർത്തനം മുതൽ? 5 പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ 3ാം പുസ്തകം തുടങ്ങുന്നത് എത്രാം സങ്കീർത്തനം മുതലാണ്? 73. ദാറ്റ്സ് റൈറ്റ് ആൻസർ. 2 പേരും ഒരുപോലെ ഒരിക്കൽ കൂടെ 1ാം സമ്മാനത്തെത്തിയിരിക്കുന്നു.
നിർവാഹമില്ല, ഒരു ടൈ ബ്രേക്കറൂടെ നിങ്ങൾക്ക് വേണ്ടി നടത്തുകയാണ്. ഇനിയുമുണ്ട് 1, 2, 3, 4, 5, 9, 10, 11, 12 ചോദ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ചാൻസ് വരുന്നു. ഇത്തവണ ഞാൻ ആദ്യം സുബിക്ക് അവസരം നൽകുകയാണ്. ഏതാണ് ചോദിക്കുന്നത്? ആരും ഇതുവരെ ഉത്തരണികൾ തൊട്ടിട്ട് പോലും ഇല്ല. സാം 15. പുത്രമരണ രാഗത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനം ഏത്? 9-ാം സങ്കീർത്തനം. ഇവിടെ നമ്മുടെ സ്കോറർ പോയിന്റ് എഴുതാനും എഴുതാതിരിക്കാനും ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഓർപ്പിച്ചത് നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ റൗണ്ടാണ്. നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് വേണം ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഞാൻ പറഞ്ഞു കോട്ട്സ് മുഴുവൻ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുകയാണ് അല്ലേ? പുത്രമരണ രാഗത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. 9-ാം സങ്കീർത്തനം എന്ന് എഴുതി. ഒരു ചാൻസ് കൂടെ ഞാൻ സുബിക്ക് തന്നാൽ ഏത് സങ്കീർത്തനമാണ്? 9 തന്നെ. അത്രയും കോൺഫിഡന്റ് ആണ്. ആൻഡ് ദ ആൻസർ ഈസ് റൈറ്റ്. യു ഗെറ്റ് 15 points. ഓക്കെ, നൗ ബിജു, യുവർ ടേൺ. സിറ്റി 20. സിറ്റി 20. ഇവിടെ നമ്മൾ തീരുമാനിക്കും അല്ലേ? ഈ ചോദ്യം നിർണായകമാണ്. ആരെങ്കിലും ഒരാൾ 1-ാം സ്ഥാനക്കാരനാകും, മറ്റൊരാൾ 2-ാം സ്ഥാനക്കാരനാകും അല്ലേ? കാരണോ കാര്യമോ ആകാം, ആരും ജയിക്കാം. സിറ്റി 20. എന്തായിരിക്കും അങ്ങനെ ഒരു ക്രൂഷ്യൽ ചോദ്യം ചോദിക്കാൻ ബിജുവിനെ പ്രേരിപ്പിച്ച? PYPA നടത്തുന്ന ഈ സംസ്ഥാന സൂപ്പർ മെഗാ ബൈബിൾ ക്വിസിന്റെ ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ എന്താണ് പ്രേരിപ്പിച്ചത്? നഗരങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് പഠിച്ചിട്ടുണ്ടോ? എന്താണ് അതിന് ചേതോവികാരം? ശരിക്കൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല, എങ്കിലും ഒന്ന് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളൊരു ചിന്ത അല്ലേ? അതെ. കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. കിട്ടിയാൽ ലഭിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പക്ഷേ രണ്ടുപേരും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകും. എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റെഡിയാണോ? റെഡി. യഹോവയുടെ പെട്ടകത്തിൽ നോക്കിയതുകൊണ്ട് 50,070 പേർ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച്? ബെത്ശെമെശ്. And the answer is right. വളരെ വാശിയേറിയ മത്സരം. അനേകായിരങ്ങൾ പങ്കെടുത്തു. പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന PYPയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംസ്ഥാന മെഗാ സൂപ്പർ ബൈബിൾ ക്വിസിന്റെ ഇന്ന് നടന്ന ഈ വളരെ വാശിയേറിയ പല ഘട്ടങ്ങളിൽ കൂടെ ടൈ ബ്രേക്കറൊക്കെ വന്നു. അതിനെയൊക്കെ അതിജീവിച്ചു. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടെ നേരിയ മാർജിനിൽ 5 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയ ബിജു എബ്രഹാം ഇന്നത്തെ വിന്നറായി തീർന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നേരിയ മാർക്കുകളുടെ വ്യത്യാസത്തിനാണ് നിങ്ങൾ 2, 3 സ്ഥാനം 4 സ്ഥാനം നേടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരുപോലെ വേദപുസ്തകം പഠിച്ചവരാണ്. ഇവിടെ ആമുഖത്തിൽ ഇതിന്റെ സംഘാടകർ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ ഈ കേവലം മത്സരത്തിൽ പങ്കെടുക്കുക, വിജയിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് വേദപുസ്തകവും കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ പലരും ക്വിസ് പുസ്തകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. അതിലുപരി വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. കൂടുതലായി ഗ്രന്ഥം പഠിക്കുവാൻ, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാക്കി തീർക്കുവാൻ തുടർന്നും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ വൈകാതെ പവർ വിഷന്റെ ആഭിമുഖ്യത്തിൽ മറ്റൊരു മെഗാ ബൈബിൾ ക്വിസ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇതിന്റെ ഉത്തരവാദപ്പെട്ട പ്രിയപ്പെട്ടവരെ സുധി എബ്രഹാമിനെയും ടീമിനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. ഔപചാരികമായി അവർ വിന്നേഴ്സിനെയും റണ്ണറപ്പിനെയും ഇവിടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ യുവജന സംഘടനയായ PYPയുടെ കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ സൂപ്പർ മെഗാ ബൈബിൾ ക്വിസ് 2016 ഗ്രാൻഡ് ഫിനാലെയാണല്ലോ നാം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെഗാ ക്വിസിന് നേതൃത്വം നൽകിയ കേരള സ്റ്റേറ്റ് PYPയുടെ എല്ലാ എക്സിക്യൂട്ടീവ്സിനോടും ഉള്ള നന്ദിയും ആശംസ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പ്രസിഡന്റായിരിക്കുന്ന സുധി എബ്രഹാം, ജെയ്സൺ സോളമൻ, സിനോജ് ജോർജ്, ജസ്റ്റിൻ നെടുവേരി, ജോർജ് തോമസ്, സുനീഷ് ഉപ്പുതര, അജു അലക്സ്, ലൈജു ജോർജ്, വിനോദ് ജോർജ് എന്നിവർക്കും ഈ മെഗാ കിസ് നമുക്ക് കിസ് മാസ്റ്ററായിട്ടിരുന്ന ജോർജ് യുവശി മൈലപ്ര അവറുകൾ, അതോടൊപ്പം തന്നെ മനോജ് ജേക്കബ് ഇവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും ഇതുപോലുള്ള ധാരാളം പ്രോഗ്രാം PYP നടത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുന്നു. ഈ സൂപ്പർ മെഗാ ബൈബിൾ ക്വിസിന്റെ 4th പൊസിഷനിൽ എത്തിയിരിക്കുന്നത് വിത്ത് 60 പോയിന്റ്സ് ജൂലിയ അന്ന സാം ഫ്രം കോട്ടയം നോർത്ത് സെന്റർ. പ്ലീസ് കം ഫോർവേഡ്. സ്വാഗതം ചെയ്യാം. 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ബ്രദർ ജോമോൻ PM. ഇന്നത്തെ മെഗാ ബൈബിൾ ക്വിസിന്റെ റണ്ണറപ്പ് ആയിരിക്കുന്നത് വളരെ
സന്തോഷത്തോടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു സിസ്റ്റർ സുബി ദിലീപ്. ഈ വർഷത്തെ മെഗാ ബൈബിൾ ക്വിസിന്റെ വിന്നർ ആയി തീർന്നിരിക്കുന്നത് ബ്രദർ ബിജു എബ്രഹാം. ദൈവം പ്രിയദാസനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഇങ്ങനെ ബൈബിൾ ക്വിസിന്റെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ പവർ വിഷന് എല്ലാവിധമായ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു തന്നതിനെ ഓർത്ത് PYP കേരള സ്റ്റേറ്റ് PYPയുടെ നന്ദിയും സ്നേഹവും പ്രത്യേക ഇതിന്റെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ KC ജോൺ അവറുകളോടും MD ആയിരിക്കുന്ന പ്രിയ R എബ്രഹാം അവറുകളോടും പ്രിയ മാത്യൂസ് ചാക്കോ അവറുകളോടും കൂടാതെ CEO ആയിരിക്കുന്ന നമ്മളോടൊപ്പമുള്ള ബ്രദർ സജി പോളിനോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നതോടൊപ്പം PYPയുടെ എല്ലാ പ്രവർത്തനത്തിനും പിന്തുണ തരുന്ന പവർ വിഷന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന പ്രിയ ജോൺ തോമസ്, അദ്ദേഹത്തെയും ഓർത്ത് പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നിങ്ങൾ തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഇവിടെ ഞങ്ങൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.